തിരുവനന്തപുരം പേരൂർക്കടയിൽ ലോ അക്കാദമി ട്രസ്റ്റിനായി സർക്കാർ പതിച്ചു നൽകിയ 12 ഏക്കറോളം ഭൂമി മറ്റാവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്നില്ല എന്ന വാദം തെറ്റ്. ഈ സ്ഥലത്ത് നിർമ്മിച്ച കെട്ടിടത്തിലാണ് ലക്ഷ്മി നായരുടെ റെസ്റ്റോറന്റ് അടക്കം പ്രവർത്തിക്കുന്നതെന്ന് ന്യൂസ് 18 നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി. പൊതുവഴി പോലും അടച്ച് അക്കാദമി സെക്രട്ടറി നാരായണൻ നായർ ഈ ഭൂമി മുഴുവൻ കുടുംബസ്വത്ത് പോലെയാക്കിയെന്ന് പരിസരവാസികളും ആരോപിക്കുന്നു. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സംസ്ഥാന സർക്കാർ പതിച്ചു നൽകിയ ഭൂമി ലോ അക്കാദമി അധികൃതർ എന്തിനെല്ലാം ഉപയോഗിക്കുന്നു? ന്യൂസ് 18 പരിശോധിക്കുകയാണ്. കുടപ്പനക്കുന്ന് വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിച്ച രേഖകൾ പ്രകാരം പേരൂർക്കടയിൽ ലോ അക്കാദമി ട്രസ്റ്റിന് 725/1, 726/4 എന്നീ സർവേ നമ്പറുകളിലായി 11 ഏക്കറിലധികം ഭൂമിയാണുള്ളത്. 1968 3 വർഷത്തേക്ക് പാട്ടത്തിന് നൽകിയ സ്ഥലമാണിത്. 1976 പാട്ടക്കാലാവധി നീട്ടി നൽകുകയും 85 ഭൂമി ട്രസ്റ്റിന് പതിച്ചു നൽകുകയും ചെയ്തു. എന്നാൽ ഈ ഭൂമിയിൽ ലോ കോളേജിനും അനുബന്ധ കെട്ടിടങ്ങൾക്കും പുറമെ മറ്റു പല നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തിയിരിക്കുന്നു. ലോ അക്കാദമി കോംപ്ലക്സ് എന്ന പേരിൽ നിർമ്മിച്ച കെട്ടിടത്തിലാണ് സംസ്ഥാന സഹകരണ ബാങ്കിന്റെ ശാഖ വാടകയ്ക്ക് പ്രവർത്തിക്കുന്നത്. തൊട്ടടുത്തു തന്നെ തലശ്ശേരി ബിരിയാണി കിട്ടുന്ന ഹോട്ടലുണ്ട്. വിദ്യാർത്ഥികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതായി ആരോപണമുയർന്ന ഹോട്ടൽ ഇതാണ്. അക്കാദമി വളപ്പിൽ തന്നെയാണ് നാരായണൻ നായരും സഹോദരനും CPM നേതാവുമായ കോലിയക്കോട് കൃഷ്ണൻ നായരുമൊക്കെ കുടുംബസഹിതം താമസിക്കുന്നത്. കൃഷ്ണൻ നായരുടെ ഭാര്യ അക്കാദമിയിൽ അധ്യാപികയാണെന്ന കാരണം പറഞ്ഞാണ് വേറെ വീടുണ്ടെങ്കിലും വാസം ഇവിടെയാക്കിയിരിക്കുന്നത്. സ്റ്റാഫ് ക്വാർട്ടേഴ്സും അനുബന്ധ കെട്ടിടങ്ങളും കളിസ്ഥലവും ഒക്കെ കഴിഞ്ഞാലും കോടികൾ മതിക്കുന്ന ഏക്കർ കണക്കിന് ഭൂമി പിന്നെയും ബാക്കിയാണ്. തങ്ങൾ ഉപയോഗിച്ചിരുന്ന വഴിയടച്ച് ഭൂമി കുടുംബസ്വത്ത് പോലെ ഉപയോഗിക്കുകയാണെന്ന് അക്കാദമിക്ക് തൊട്ടടുത്തുള്ള ഹാർവിപുരം കോളനി നിവാസികൾ പറയുന്നു. അതിനകത്തൂടെ ഞങ്ങൾക്കൊരു വഴിയുണ്ടായിരുന്നു, കെട്ടി അടച്ച് കണ്ടമാനം മരങ്ങൾ മുറിച്ച് ഇന്ന് അങ്ങോട്ട് ഈ അയൽവക്കാർക്ക് ഒരുപാട് വെള്ളം എടുക്കാൻ അങ്ങോട്ട് കയറാൻ നോക്കില്ല. കുറച്ച് പാറ അടിക്കുന്ന സ്ഥലമുണ്ട്, അത് മൊത്തം അയാളങ്ങ് അപകരിച്ച് ആ സൈഡ് കംപ്ലീറ്റ് ഇങ്ങനെ പോലെ അങ്ങനെ കറങ്ങി അതിലേക്ക് ഇറങ്ങി ഇഞ്ഞു വരും. ഈ എന്ത് വരെ വരും, യാത് ഭരണം വന്നാലും അവർ തന്നെ ഭരിക്കുന്നത്, വേറെ മറ്റൊരാളില്ല. രാഷ്ട്രീയ സ്വാധീനമുള്ളതിനാൽ ഭൂമി ദുർവിനിയോഗത്തിൽ എന്തെങ്കിലും നടപടിയുണ്ടാകുമെന്ന് ഇവർക്ക് പ്രതീക്ഷയില്ല. ലോ അക്കാദമിക്കായി സർക്കാർ പതിച്ചു നൽകിയ ഭൂമി തിരിച്ചുപിടിക്കണമെന്ന ആവശ്യം കൂടുതൽ ശക്തമാക്കുന്നതാണ് ഈ തെളിവുകൾ. തിരുവനന്തപുരത്തു നിന്നും PG പ്രബോധനും ക്യാമറമാൻ അരുൺ മാത്യുവിനുമൊപ്പം പ്രദീപ് സി നെടുമൺ, ന്യൂസ് 18.